അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 25 ചൊവ്വാഴ്ച. കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ പ്രകാരം സ്കീം തൊഴിലാളികൾക്ക് പൂർണ്ണ തൊഴിലാളി പദവി നൽകണമെന്ന് കേരള തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയോട് ആവശ്യപ്പെട്ടു. കേന്ദ്രമന്ത്രിയെ അഭിസംബോധന ചെയ്ത കത്തിൽ അംഗൻവാടി തൊഴിലാളികൾ, ആശാ തൊഴിലാളികൾ, ഉച്ചഭക്ഷണ തൊഴിലാളികൾ, മറ്റ് സ്കീം അധിഷ്ഠിത തൊഴിലാളികൾ എന്നിവർക്ക് അർഹമായ അവകാശങ്ങൾ നൽകേണ്ടതിന്റെ ആവശ്യകത മന്ത്രി വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി. ആശാവർക്കർമാരുടെ സമരത്തോട് സംസ്ഥാന സർക്കാർ അനുഭാവം കാണിക്കണമെന്നും അവരുടെ പ്രശ്നം വേഗത്തിൽ പരിഹരിക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ആശമാർക്ക് കുറഞ്ഞ പണമാണ് നൽകുന്നതെന്നും അവരുടെ ആവശ്യങ്ങളിൽ സംസ്ഥാന സർക്കാർ ഉചിതമായ നടപടിയെടുത്ത് പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുകയാണ് വേണ്ടതെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേരിലാണ് ആശാവർക്കർമാരുടെയും അങ്കണവാടി ജീവനക്കാരുടെയും ഓണറേറിയം കൂട്ടാൻ സർക്കാർ വിസമ്മതിക്കുന്നതെങ്കിൽ അത്രയും തുക കണ്ടെത്താനുള്ള വഴികൾ താൻ നിർദ്ദേശിക്കാമെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്താനിരിക്കുന്ന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ ആർഭാട പരിപാടികൾ ഉപേക്ഷിക്കുകയോ വെട്ടിച്ചുരുക്കുകയോ ചെയ്താൽ ഇവർക്ക് നൽകാനുള്ള പണം അനായാസം ലഭിക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കി. ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന രാപ്പകൽ സമരം 44ാം ദിവസത്തിലേക്ക്. സമരസമിതി നേതാവ് MA ബിന്ദുവിന്റെ നേതൃത്വത്തിൽ സമരകേന്ദ്രത്തിൽ നടക്കുന്ന നിരാഹാര സമരം 6ാം ദിവസത്തിലേക്കും കടന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ ഓഫീസുകൾക്ക് മുന്നിലും ധർണ നടത്തും. ഇതിനിടെ സമരവുമായി ബന്ധപ്പെട്ട് SUCIക്ക് എതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് രാവിലെ 11 മണിക്ക് സംസ്ഥാന സെക്രട്ടറി ജെയ്സൺ ജോസഫ് വാർത്താസമ്മേളനത്തിൽ മറുപടി നൽകും. അതേസമയം ആശാവർക്കർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് INTUCയുടെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഇന്ന് മാർച്ച് നടത്തും. സംസ്ഥാനത്ത് UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ആശാവർക്കർമാരുടെ വേതനം കൂട്ടാൻ ആലോചനയെന്ന് റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ച നിയമവശങ്ങൾ പരിശോധിക്കാൻ പോഷക സംഘടനയായ രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജിനെ KPCC ചുമതലപ്പെടുത്തി. മിഷൻ 2026 തന്നെയാണ് പ്രധാന പ്ലാൻ എന്ന് പുതിയ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിന്റെ ധനസ്ഥിതി ദുർബലമാണെന്നും മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നത് NDAക്ക് മാത്രമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എല്ലാ മാറ്റവും 1 വർഷത്തിനുള്ളിൽ കൊണ്ടുവരാനാണ് ആഗ്രഹം. റിസ്ക് എടുക്കാൻ പേടിയുള്ള ആളല്ല താനെന്നും തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോഴും റിസ്ക് നോക്കിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാർഷിക പരീക്ഷ അവസാനിക്കുന്ന ദിവസം സ്കൂളുകളിൽ സംഘർഷം ഉണ്ടാകുന്ന തരത്തിൽ ആഘോഷ പരിപാടികൾ പാടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. ഇക്കാര്യത്തിൽ അധ്യാപകരുടെ പ്രത്യേക ശ്രദ്ധ വേണം. സ്കൂൾ കോമ്പൗണ്ടിൽ വാഹനങ്ങളിലുള്ള പ്രകടനവും അനുവദിക്കരുത്. ആവശ്യമെങ്കിൽ പോലീസിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തണം. വിദ്യാഭ്യാസ ഓഫീസർമാരുടെ മേഖലാ യോഗങ്ങളിൽ ആണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് ഉപയോഗവും വിൽപ്പനയും സംശയിച്ച് 2997 പേരെ പരിശോധിച്ചു. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 194 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 204 പേരാണ് അറസ്റ്റിലായത്. താനൂരിൽ ലഹരി കേസിൽ പോലീസ് പിടികൂടിയ താമിർ ജിഫ്രി എന്ന യുവാവ് കസ്റ്റഡിയിൽ മരിച്ച കേസിൽ അന്വേഷണം നടത്തി CBI സമർപ്പിച്ച കുറ്റപത്രം കോടതി മടക്കി. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. കുറ്റപത്രത്തിലെ ചില തീയതികൾ രേഖപ്പെടുത്തിയതിൽ സംഭവിച്ച പിഴവുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കോടതി കുറ്റപത്രം മടക്കിയത്. ഇത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും CBI വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഈ മാസം 27 നടത്താൻ സംസ്ഥാന സർക്കാരിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി. ഈ മാസം 27 വയനാട് ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ ചടങ്ങ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഹൈക്കോടതിയുടെ നിർണായകമായ ഉത്തരവോടെ തറക്കല്ലിടൽ ചടങ്ങുമായി സർക്കാരിന് മുന്നോട്ടു പോകാനാകും. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് സർക്കാർ നിശ്ചയിച്ച
പ്രതിഫലം കുറഞ്ഞുപോയെന്നാരോപിച്ച് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സപ്ലൈകോ റംസാൻ ഫെയറുകൾ മാർച്ച് 30 വരെ സംഘടിപ്പിക്കും. തിരുവനന്തപുരത്ത് 25-നും മറ്റ് ജില്ലകളിൽ 26-നുമാണ് റംസാൻ ഫെയറിന് തുടക്കമാവുക. വിഷു ഈസ്റ്റർ ഫെയർ ഏപ്രിൽ 10 മുതൽ 19 വരെയാണ് സംഘടിപ്പിക്കുക. ഈ വർഷത്തെ റംസാൻ വിഷു ഈസ്റ്റർ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ തിരുവനന്തപുരം ഫോർട്ട് പീപ്പിൾസ് ബസാറിൽ ഇന്ന് രാവിലെ 10:30 നിർവഹിക്കും. BJP ദേശീയ കൌൺസിലിൽ നിന്ന് ഒഴിവാക്കിയതിൽ നീരസം പ്രകടമാക്കി BJP ദേശീയ കൌൺസിൽ അംഗമായിരുന്ന മുതിർന്ന നേതാവ് N. ശിവരാജൻ. BJP സ്ഥാനം നൽകിയില്ലെങ്കിലും RSSകാരനെന്ന ലേബൽ ഒഴിവാക്കാൻ ആർക്കുമാകില്ലെന്ന് N. ശിവരാജൻ പറഞ്ഞു. പാർട്ടിയിൽ സ്ഥാനമില്ലെങ്കിലും പ്രവർത്തകനായി തുടരും എന്നും അദ്ദേഹം വ്യക്തമാക്കി. എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംഘം ഉടൻ കേരളം സന്ദർശിക്കുമെന്ന് കേരള സർക്കാരിന്റെ ദില്ലിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസ്. പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കും. കോഴിക്കോട് എയിംസ് സ്ഥാപിക്കണമെന്നാണ് കേരള സർക്കാരിന്റെ നിർദ്ദേശം. ആശാവർക്കർമാരുടെ വിഷയം ചർച്ചയുടെ ഭാഗമായില്ലെന്നും തന്നെ ഏൽപ്പിക്കുന്ന വിഷയം മാത്രമേ തനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കൂവെന്നും KV തോമസ് വ്യക്തമാക്കി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് അന്തിമ റിപ്പോർട്ട് നൽകി. വീട് നിർമ്മാണം, ഫ്ളാറ്റ് വാങ്ങൽ, സ്വർണ്ണക്കടത്ത് എന്നിവയിൽ അഴിമതി നടന്നിട്ടില്ലെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാർ റിപ്പോർട്ട് അംഗീകരിച്ചാൽ അജിത് കുമാറിനുള്ള സ്ഥാനക്കയറ്റത്തിനുള്ള തടസ്സം മാറും. PV അൻവറിന്റെ ആരോപണങ്ങളിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത്. KT ജലീൽ MLAയോട് രൂക്ഷമായി പ്രതികരിച്ച് സ്പീക്കർ AN ഷംസീർ. നിയമസഭയിൽ പ്രസംഗം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടും ജലീൽ അതിന് തയ്യാറാകാതിരുന്നതാണ് സ്പീക്കറെ ചൊടിപ്പിച്ചത്. ചെയറിനെ ജലീൽ മാനിക്കുന്നില്ലെന്നും സമയം കഴിഞ്ഞിട്ടും പ്രസംഗം നിർത്താത്തത് ധിക്കാരമെന്നും സ്പീക്കർ പറഞ്ഞു. ഒരുപാട് തവണ ആവശ്യപ്പെട്ടിട്ടും സഹകരിച്ചില്ലെന്നും ഷംസീർ പറഞ്ഞു. സംസ്ഥാനത്തെ 100 ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരമായ NABH ലഭ്യമായതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലെ 61 ആയുർവേദ ഡിസ്പെൻസറികൾക്കും ഒരു സിദ്ധ ഡിസ്പെൻസറിക്കും ഹോമിയോപ്പതി വകുപ്പിലെ 38 ഡിസ്പെൻസറികൾക്കുമാണ് NABH അംഗീകാരം ലഭ്യമായിരിക്കുന്നത്. വാളയാർ കേസിൽ സുപ്രധാന നീക്കവുമായി കുട്ടികളുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ ഹർജി നൽകി. തങ്ങളെ കൂടി പ്രതി ചേർത്ത CBI നടപടിക്കെതിരെയാണ് ഹർജി നൽകിയത്. CBI കുറ്റപത്രം റദ്ദാക്കണമെന്നതാണ് കുട്ടികളുടെ മാതാപിതാക്കളുടെ പ്രധാന ആവശ്യം. കേസിൽ തുടരന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി CBIയുടെ മറുപടിക്കായി ഏപ്രിൽ 1 മാറ്റി. 10-ൽ കൂടുതൽ തൊഴിലാളികളുള്ള എല്ലാ തൊഴിൽ സ്ഥാപനങ്ങളിലും സ്ത്രീകൾക്കെതിരായ അതിക്രമവും ചൂഷണവും തടയുന്ന പോഴ്സ് നിയമം 2013 പ്രകാരമുള്ള ഇന്റേണൽ കമ്മിറ്റികൾ നിർബന്ധമായും രൂപീകരിക്കേണ്ടതുണ്ടെന്ന് കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. സതീദേവി. ഇന്റേണൽ കമ്മിറ്റികൾ രൂപീകരിച്ചില്ലെങ്കിൽ തൊഴിലുടമയ്ക്കെതിരെ നിയമ നടപടി ഉണ്ടാവുമെന്നും 50,000 രൂപ വരെ പിഴ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിതെന്നും ചെയർപേഴ്സൺ ചൂണ്ടിക്കാട്ടി. 1 മണിക്കൂർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ലിഫ്റ്റിൽ കുടുങ്ങി യാത്രക്കാർ. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഒരു കുട്ടിയടക്കം 5 പേരാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത്. ഇന്നലെ വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. 1 മണിക്കൂറിന് ശേഷമാണ് യാത്രക്കാരെ പുറത്തെത്തിച്ചത്. ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി നോബി ലൂക്കോസിന് ജാമ്യം കൊടുക്കരുതെന്ന് പോലീസ്. നോബിക്ക് ജാമ്യം കൊടുത്താൽ സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്നാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആലപ്പുഴ പല്ലനയാറ്റിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. തോട്ടപ്പള്ളി മലങ്കര സെന്റ് തോമസ് സെൻട്രൽ സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ കുമാരകോടി സാന്ദ്രമുക്ക് സ്വദേശി അഭിമന്യു, ഒറ്റപ്പന സ്വദേശി ആൽഫിൻ ജോയ് എന്നിവരാണ് മരിച്ചത്. കോഴിക്കോട് ബാലുശ്ശേരിയിൽ മാനസിക പ്രശ്നമുള്ള മകൻ അച്ഛനെ വെട്ടിക്കൊന്നു. പനായിൽ സ്വദേശി അശോകനാണ് മരിച്ചത്.
മകൻ സുധീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാത്രി 8 മണിയോടെ ബാലുശ്ശേരി പനായിലാണ് സംഭവം. അശോകനും മകനും മാത്രമായിരുന്നു ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. അശോകനെ ഭക്ഷണവുമായി എത്തിയ അയൽവാസിയാണ് മൃതദേഹം ആദ്യം കാണുന്നത്. അശോകന്റെ ഭാര്യയെ 8 വർഷം മുമ്പ് മറ്റൊരു മകൻ കൊലപ്പെടുത്തിയിരുന്നു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ആരോപണം നേരിടുന്ന ദില്ലി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ സ്ഥലം മാറ്റാനുള്ള ശുപാർശ കേന്ദ്രത്തിന് കൈമാറി സുപ്രീം കോടതി. ജസ്റ്റിസ് വർമ്മയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിൽ കൊളീജിയത്തിൽ അതൃപ്തിയുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് സ്ഥലം മാറ്റത്തിനുള്ള അന്തിമ തീരുമാനമായത്. സംഭവത്തിൽ തൽക്കാലം പാർലമെന്റിൽ പ്രത്യേക ചർച്ച വേണ്ടെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ വിളിച്ച യോഗം ധാരണയിലെത്തി. അതേസമയം ജസ്റ്റിസ് യശ്വന്ത് വർമ്മ പുറപ്പെടുവിച്ച എല്ലാ വിധിന്യായങ്ങളും പുനഃപരിശോധിക്കണമെന്ന് അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. വർമ്മയെ ഇംപീച്ച് ചെയ്യാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ തിവാരി ആവശ്യപ്പെട്ടു. സ്ത്രീകളുടെ മാറിടം സ്പർശിക്കുന്നതും പൈജാമയുടെ ചരട് പൊട്ടിക്കാൻ ശ്രമിക്കുന്നതും വലിച്ചിഴയ്ക്കുന്നതും ബലാത്സംഗ ശ്രമത്തിനുള്ള തെളിവായി കണക്കാക്കാനാകില്ലെന്ന അലഹബാദ് ഹൈക്കോടതിയുടെ വിവാദ ഉത്തരവിനെതിരായ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി. ഹൈക്കോടതി ഉത്തരവിനെതിരെ അഞ്ജലി പട്ടേൽ എന്ന സ്വകാര്യ വ്യക്തി റിട്ട് ഹർജിയാണ് സമർപ്പിച്ചത്. എന്നാൽ ക്രിമിനൽ കേസുകളിലടക്കം അപ്പീലുകൾ സമർപ്പിക്കുമ്പോൾ പ്രത്യേകാനുമതി ഹർജിയായി വേണം സമീപിക്കാനെന്ന് കോടതി വ്യക്തമാക്കി. എംപിമാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കി. എംപിമാരുടെ ശമ്പളം 1 ലക്ഷത്തിൽ നിന്ന് 1,24,000 രൂപയായി ഉയർത്തി. പ്രതിദിന അലവൻസ് 2,000 രൂപയിൽ നിന്ന് 2,500 രൂപയാക്കിയിട്ടും ഉയർത്തിയിട്ടുണ്ട്. 2023 ഏപ്രിൽ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ശമ്പള പരിഷ്കരണം. വിദ്യാഭ്യാസ മേഖലയുടെ പൂർണ്ണ നിയന്ത്രണം RSS ഏറ്റെടുത്താൽ രാജ്യം തകരുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇന്ത്യ മുന്നണിയിലെ വിവിധ കക്ഷികൾക്ക് അവരുടെ പ്രത്യയശാസ്ത്രങ്ങളിലും നയങ്ങളിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അവർക്ക് ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ ഇന്ത്യ സഖ്യത്തിലെ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഡൽഹിയിൽ സംഘടിപ്പിച്ച പാർലമെന്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. IPL-ൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ 1 വിക്കറ്റിന്റെ അവിശ്വസനീയ വിജയവുമായി ഡൽഹി ക്യാപിറ്റൽസ്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ലക്നൌ 30 പന്തിൽ 75 റൺസെടുത്ത നിക്കോളാസ് പൂരന്റെയും 36 പന്തിൽ 72 റൺസെടുത്ത മിച്ചൽ മാർഷിന്റെയും കരുത്തിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി 7-3 എന്ന നിലയിലും 65-5 എന്ന നിലയിലും പരുങ്ങിയപ്പോൾ 31 പന്തിൽ 66 റൺസ് നേടിയ അശുതോഷ് ശർമ്മ ഡൽഹിയെ വിജയത്തിലേക്ക് നയിച്ചു. 34 റൺസ് എടുത്ത ട്രിസ്റ്റാൻ സ്റ്റബ്സും 39 റൺസ് എടുത്ത വിപ്രത് നിഗവും ഡൽഹിയുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു. അവസാന ഓവറിൽ അശുതോഷ് 6 അടിച്ച് കളി ജയിപ്പിക്കുമ്പോൾ 3 പന്ത് കൂടി ബാക്കിയുണ്ടായിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.